തൃണമൂൽ കോൺഗ്രസ് പോലെ ഇതാ പിളർപ്പിലേക്ക് മറ്റൊരു പാർട്ടിയും എത്തുന്നു. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗമാണ് പിളരാൻ പോകുന്നത്, അല്ലെങ്കിൽ പിളർന്നു കഴിഞ്ഞത്. അതുപോലെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും പിളർപ്പിൻ്റെ വക്കിലാണ് എന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഇവരൊക്കെ തന്നെ പിളർന്ന് പല കഷ്ണങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പിളർന്നു പോകുന്ന വിമത വിഭാഗം BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ഒപ്പം നിൽക്കുകയാണ്. ഇത് അമിത്ഷായുടെ പുതിയ തന്ത്രം. പ്രതിപക്ഷ പാർട്ടിയിൽ അല്ലെങ്കിൽ പാർട്ടികളിൽ വിള്ളലുണ്ടാക്കി പിളർത്തിയെടുത്ത് ഒരു കഷ്ണത്തെ അല്ലെങ്കിൽ ഒരു പക്ഷത്തെ തങ്ങൾക്കൊപ്പം ചേർക്കുന്ന യഥാർത്ഥ പിളർപ്പിൻ്റെ രാഷ്ട്രീയമാണ് അമിത്ഷാ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് തൃണമൂലിലും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിലും അതുപോലെ ഇനിയിപ്പോൾ SP-യിലുമൊക്കെ സംഭവിക്കാൻ പോകുന്നത്. വൈകാതെ കോൺഗ്രസിലേക്കും ഈ പിളർപ്പ് എത്തും എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ സൂചന നൽകുന്നത്. MP-മാരിൽ 6 പേർ ഷിൻഡേയ്ക്കൊപ്പം, അതായത് ഏകനാഥ് ഷിൻഡേയ്ക്കൊപ്പം പോകും എന്നാണ് സൂചന. നേരത്തെ തന്നെ ശിവസേന പിളർന്ന് ഷിൻഡേ വിഭാഗവും അതുപോലെ ഉദ്ധവ് താക്കറെ വിഭാഗവുമായി മാറിയിരുന്നു. അതിൽ 6 ഉദ്ധവ് താക്കറെ MP-മാർ ഇനിയിപ്പോൾ ഷിൻഡേയ്ക്കൊപ്പം പോകും, അതായത് NDAക്കൊപ്പം പോകും എന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത്. ഇതിൽ ഡൽഹിയിലെത്തിയ 5 MP-മാരുമായി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേ കൂടിക്കാഴ്ച നടത്തും. ശേഷം സ്പീക്കർക്ക് പ്രത്യേക ബ്ലോക്കായിരിക്കാൻ അനുമതി തേടി കത്ത് നൽകും എന്നാണ് വിവരം. വിമതരിൽ ഒരാൾ മുംബൈയിൽ തുടരുകയാണ്. 3-ൽ 2 അഥവാ 9-ൽ 6 പേർ മറുകണ്ഠം ചാടിയാൽ അയോഗ്യത ഒഴിവാകുന്നതാണ് വിമതരുടെ പ്രതീക്ഷ. അതാണ് അവർ ഈ രീതിയിൽ മുമ്പോട്ട് പോകുന്നത്. അപകടം മണത്ത ഉദ്ധവ് പക്ഷം വിമതരെ പിടിച്ചു നിർത്താൻ എല്ലാ ശ്രമവും നടത്തിയെങ്കിലും അത് അമ്പയെ പരാജയപ്പെടുകയും ചെയ്തു. ഡൽഹിയിൽ വിമതരെ അനുനയിപ്പിക്കാൻ എത്തിയ സഞ്ജയ് റാവുത്ത് അവശേഷിക്കുന്ന 3 MP-മാരായ അരവിന്ദ് സാവന്ത്, അനിൽ ദേശായി, രാജാ ഭൗ വാസെ എന്നിവർക്കൊപ്പമാണ് വാർത്താസമ്മേളനം നടത്തിയത്. ഏകനാഥ് ഷിൻഡെയെ മുൻനിർത്തി BJP തങ്ങളുടെ MP-മാരെ 15 കോടി നൽകി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മഹാരാഷ്ട്രയിൽ നിന്ന് റാഞ്ചിയെന്ന് റാവുത്ത് പറഞ്ഞു. ഓപ്പറേഷൻ ടൈഗറാണ് നടക്കുന്നത് എന്നും പോകുന്ന MP-മാർ രാജിവെച്ച് പോകണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ ഒരു മറ്റൊരു പിളർപ്പിൻ്റെ വക്കിലേക്ക് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം എത്തുന്നത് മറ്റൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്. അതും അമിത്ഷാ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ നീക്കം. പ്രത്യേക ബ്ലോക്കായിരിക്കാൻ വിമതർ ആവശ്യപ്പെട്ടാൽ അനുവദിക്കരുത് എന്ന ഉദ്ധവ് പക്ഷം സ്പീക്കർ ഓം ബിർളയെ കണ്ട് കത്ത് നൽകി. നാളെ പാർലമെന്ററി പാർട്ടി യോഗവും വിളിച്ച് ഉദ്ധവ് പക്ഷം പങ്കെടുക്കാത്തവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശിവസേന MP-മാർ കൂടി ചേർന്നാൽ ലോക്സഭയിൽ ഇത് NDAക്ക് വലിയ മേൽക്കൈ നൽകും. 293 MP-മാരാണ് NDA പക്ഷത്ത് ഉണ്ടായിരുന്നത്. TMCയുടെ 20-ഉം ശിവസേന ഉദ്ധവിലെ 6 പേര് കൂടി വന്നാൽ ഇത് 319 ആകും. ചെറുപാർട്ടികളും സ്വതന്ത്രരും അടക്കം 10 പേരും ഇന്ത്യ സഖ്യം വിട്ട DMKയുടെ 22 പേര് കൂടി NDA പക്ഷത്തേക്ക് വന്നാൽ 3-2 ഭൂരിപക്ഷം NDAക്ക് കിട്ടും. വർഷകാല സമ്മേളനത്തിൽ പ്രധാന ബില്ലുകൾ കൊണ്ടുവരാൻ തയ്യാറെടുക്കുന്ന BJPയുടെ തുടർ നീക്കങ്ങൾ നിർണായകമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. അതിനുവേണ്ടി തന്നെയാണ് അമിത്ഷാ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. പ്രതിപക്ഷ പാർട്ടികളിൽ പിളർപ്പുണ്ടാക്കി അവരിൽ നിന്ന് ഒരു വിഭാഗത്തെ അടർത്തിയെടുത്ത് തങ്ങളിലേക്ക് ചേർക്കുകയും രാജ്യസഭയിലും ലോക്സഭയിലും കൃത്യമായ മേൽക്കൈ നേടുകയും ഇത് തന്നെയാണ് അതുവഴി പ്രധാനപ്പെട്ട പല ബില്ലുകളും പാസ്സാക്കിയെടുക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് BJPയുടെ അജണ്ട. അത് തന്നെയാണ്, അതിൻ്റെ നടപടികളാണ്, അതിൻ്റെ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.